എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമ്മളിലേക്ക് കടന്നു വരുന്ന ശറഫാക്കപ്പെട്ട രാത്രിയുണ്ട്. അതേ ലൈലത്തുൽ ഖദ്ർ എന്ന ശറഫാക്കപ്പെട്ട ദിവസം വരുന്നുണ്ട്. ആ ദിവസങ്ങളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം മുഅ്മിനീങ്ങളെ. അന്നത്തെ ദിവസം സൽക്കർമ്മങ്ങൾ ചെയ്താൽ പുണ്യം ലഭിക്കാത്തവരുടെ കൂട്ടത്തിൽ പോകരുത്. ഞാനിത് പറയുന്നത് എന്തിനാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കാണാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള വിഭാഗത്തിൽ പെട്ടുപോകരുത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 വിഭാഗത്തെ കുറിച്ച് പറയുന്നു. ആ 4 വിഭാഗം ലൈലത്തുൽ ഖദ്റിന്റെ ദിവസങ്ങളിൽ എത്ര പ്രാർത്ഥിച്ചാലും എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിന്റെ പുണ്യം ലഭിക്കില്ല. ഒന്നാമതായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുദ്മിനുൽ ഖംർ. അതേ മദ്യത്തിന് അടിമപ്പെട്ടു പോയ മനുഷ്യനില്ലേ, എപ്പോഴും മദ്യത്തിൽ അടിമപ്പെട്ടു പോയി ഏത് സമയത്ത് നോക്കിയാലും മദ്യത്തിലാണ്. നോമ്പെന്ന കണക്കില്ല, നിസ്കാരമെന്ന കണക്കില്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മധുരമായ ബാങ്കിന്റെ മന്ത്രം മുഴങ്ങുമ്പോ ഇവന്റെ തൊണ്ടയിൽ കള്ളിന്റെ അംശമാണ്. അത്തരത്തിലുള്ളവന് ലൈലത്തുൽ ഖദ്റിൽ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം ലഭിക്കൂല. 1000 വർഷം ഇബാദത്ത് ചെയ്തതിന്റെ കൂലിയല്ലേ അവന് നഷ്ടപ്പെട്ടു പോകുന്നത് മുഅ്മിനേ. രണ്ടാമത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്താ പറയുന്നത്? ഹഖുൽ വാലിദൈൻ. മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവര് ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. ഒരിക്കലും മാതാപിതാക്കളെ വിഷമിപ്പിച്ചു പോകരുത്. മാതാപിതാക്കളെ വിഷമിച്ചവൻ സ്വർഗത്തിൽ കടക്കൂല ഹബീബ് പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, ഉപ്പാനെയും ഉമ്മാനെയും ചീത്ത പറയുന്നവർ, തെറി പറയുന്ന മക്കള് നമ്മളെ കൂട്ടത്തിലില്ലേ. അല്ലാഹു കാത്തു സലാമത്തിലാക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള മക്കളെ സദസ്സിലുണ്ടെങ്കിൽ അല്ലാഹു നല്ല മനസ്സ് നൽകി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ എത്ര വലിയ ആളായാലും, നാട്ടിലേക്ക് തന്നെ വലിയ പ്രമാണിയായാലും രാജാവായാലും ഉമ്മക്കും ഉപ്പക്കും ഞങ്ങൾ മകന തന്നെ. അതുകൊണ്ട് ഒരു കാരണവശാലും ഉപ്പാനെയും ഉമ്മാനെയും വിഷമിപ്പിച്ചു പോകരുത്. എന്നിട്ടോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂന്നാമതായി പറഞ്ഞത് ഖാതിഉർ റഹ്ം, കുടുംബബന്ധം മുറിക്കുന്നവൻ. കുടുംബബന്ധം മുറിക്കുന്നവന് ലൈലത്തുൽ ഖദ്ർ ലഭിക്കൂല. അതിന്റെ പ്രതിഫലം അവന് കിട്ടൂല. എന്തുകൊണ്ടാ? ഇന്നൊക്കെ ചെറിയ പ്രശ്നത്തിന്, മക്കളുടെ പ്രശ്നത്തിന് കുടുംബബന്ധം മുറിക്കുന്നവർ തമ്മിൽ ഏട്ടന്റെയും അനിയന്റെയും മക്കളെയും എന്തെങ്കിലും കളിയുടെ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു പോയാൽ തമ്മിലടി. മാതാപിതാക്കൾ ഏറ്റവും വലിയ പ്രശ്നമാണ്. അവസാനം കൊല വരെ എത്തുന്ന സംഭവങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നില്ലേ. അല്ലാഹു കാത്തു സലാമത്തിലാക്കുമാറാകട്ടെ. കുടുംബബന്ധം മുറിക്കുന്നവന് ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം ലഭിക്കൂല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന നാലാമതായി പറയാം, വൽ മുശാഇനു. പിണങ്ങി നിന്നവർ. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് പിണങ്ങിയവർ? 3 ദിവസത്തേക്കാൾ ഒരു മുസ്ലിം പരസ്പരം പിണങ്ങി നിൽക്കാൻ പാടില്ല എന്ന് ഹബീബ് പഠിപ്പിച്ചില്ലേ മുഅ്മിനേ? ഖൽബിൽ ഈമാനുള്ളവർ ഒന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം കേട്ടോ. ഒരു കാരണത്തിലും നമ്മൾ